യാത്രകൾ എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പലപ്പോഴും പ്ലാൻ ചെയ്തു പോകുന്ന യാത്രകളും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി പോകുന്ന യാത്രകളും യാതൊരു ലക്ഷ്യവുമില്ലാതെ യാത്ര ചെയ്യുന്നവരുമുണ്ട്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാണ്. യാത്രകൾ എങ്ങനെയാണ് നമുക്കിത്ര ആസ്വദിക്കാൻ കഴിയുന്നത്? മനുഷ്യൻ മാത്രമാണോ ഇവിടെ യാത്ര ചെയ്യുന്നത്? ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രത്തെ കൂടി നമുക്കിവിടെ പങ്കുവയ്ക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗ സമയവും നാം യാത്ര ചെയ്യുന്നവരാണ്. പ്ലാൻ ചെയ്ത് കൂട്ടുകാരുടെ കൂടെ യാത്ര പോയി തിരികെ വരുന്നവരോ അല്ലെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് ദൂരേക്ക് സൈക്കിളിലും ബൈക്കിലും കാറിലുമൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. എന്തിന് മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടെ തന്നെ സ്ഥിര താമസക്കാരായവരുടെ എണ്ണവും ഇന്ന് കൂടി വരികയാണ്. എന്തുകൊണ്ടാണ് യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഇത്രയും സന്തോഷം തരുന്നതിന് കാരണം? അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് യാത്ര ചെയ്യണമെന്ന അനുഭവം ഉണ്ടാകുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ മനുഷ്യൻ്റെ പൂർവികരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ, അതായത് ഹോമോ സാപ്പിയൻസിനും 2 മില്യണോളം വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ പൂർവികർ യാത്ര തുടങ്ങിയിരുന്നു. ഹോമോ ഇറക്റ്റസ് എന്ന നമ്മുടെ പൂർവികർ തുടങ്ങിവെച്ച യാത്രയുടെ പ്രചോദനവും ജനിതകപരമായി കൈമാറി കിട്ടിയതുമാണ് നമ്മുടെ യാത്രകളുടെ തുടക്കമെന്നത്. എന്നാൽ അതിന് 4 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികരായ സഹലാന്ത്രോപ്പസ് ആണ് 2 കാലുകൾ നടന്നു തുടങ്ങിയ ആൻസസ്റ്റർ എന്ന് കരുതുന്നത്. പിന്നീട് അതിനുശേഷം ഹോമോ ഇറക്റ്റസ് ആണ് ഏറ്റവും കൂടുതലായും നീണ്ട യാത്രകൾ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നാം എല്ലാം വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണെന്ന് അറിയാമല്ലോ. അതുമാത്രമല്ല, ഹോമോ ഇറക്റ്റസ് ആണ് ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് സഞ്ചരിച്ച മനുഷ്യൻ്റെ ആദ്യ പൂർവികർ എന്ന് പറയുന്നത്. യാത്ര ചെയ്യാനുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ ജോലിയിലുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു റിഫ്രഷ്മെൻറ്റിനു വേണ്ടിയോ പുറത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ ആ ലക്ഷ്യത്തിലായിരുന്നില്ല നമ്മുടെ പൂർവികർ യാത്ര ചെയ്തിരുന്നത്. അവർ പ്രധാനമായും ഫുഡിന് വേണ്ടിയും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനും വേണ്ടിയുമായിരുന്നു ദൂരേക്ക് യാത്ര ചെയ്തിരുന്നത്. എന്നാൽ ആ യാത്രകളും പുതിയ സ്ഥലങ്ങളും പുതിയ കാലാവസ്ഥയുമൊക്കെ അവർ ആസ്വദിക്കുക കൂടി ചെയ്തിരുന്നു എന്നതാണ്. അതുകൊണ്ടുകൂടി തന്നെയാണ് നമുക്ക് ഇന്ന് യാത്ര ചെയ്യുമ്പോൾ അത്രയും മനസ്സിന് സന്തോഷം കിട്ടുന്നതിന് കാരണമെന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, യാത്ര ചെയ്യുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ പൂർവികരായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പൂർവികരുടെ DNA-യിൽ നിന്നും ഇപ്പോഴുള്ള മനുഷ്യൻ്റെ DNA-യിലേക്ക് ഒട്ടുമിക്ക ജനിതകപരമായ സവിശേഷതകളും കഴിവുകളും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് അവരെ പോലെ തന്നെ യാത്ര നമുക്കും ആസ്വദിക്കാൻ കഴിയുന്നത്. അന്ന് ഫുഡിന് വേണ്ടി യാത്ര ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യമെന്നിരുന്നാൽ, ഇന്ന് നാം നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും അല്പം മാറി നിന്ന് യാത്ര ചെയ്യുന്നതിലൂടെ അധിക സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നതാണ്. അന്ന് ചിലപ്പോൾ അവർ ഇത്രയും സഞ്ചരിച്ചിരുന്നില്ല എങ്കിൽ, അതായത് ഹോമോ ഇറക്റ്റസും നിയാണ്ടർതാലുകളും ആഫ്രിക്കയിൽ നിന്നും പുറത്ത് കടന്നിരുന്നില്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും യാത്രകളെ ഇഷ്ടപ്പെടാൻ കഴിയുമായിരുന്നില്ല എന്നതാണ്. അതായത് ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും നാം നമ്മുടെ ഒരു മുറിയിലുള്ള ജോലി തിരക്കുകളിലാണെങ്കിൽ അന്ന് ഭൂരിഭാഗം സമയവും നമ്മുടെ പൂർവികർ ഫുഡ് തേടി സഞ്ചരിക്കുകയായിരുന്നു എന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പൂർവികരായ നിയാണ്ടർതാലുകളിൽ നിന്ന് മനുഷ്യൻ, അതായത് ഹോമോ സാപ്പിയൻസിന് കിട്ടിയ മറ്റൊരു ജനിതകപരമായ സവിശേഷതയാണ് അതിരാവിലെ എഴുന്നേൽക്കുന്നത് എന്നത്. അതിന് നമുക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ പൂർവികരായ നിയാണ്ടർതാലുകളോടാണ്. അതായത് നിയാണ്ടർതാലുകളുടെ ഒരു ചെറിയ ഹാബിറ്റാണ് നാം അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആനന്ദകരമായി തോന്നുന്നതിന് കാരണമെന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും യാത്രകൾ പുറപ്പെടുമ്പോൾ അതിരാവിലെ തന്നെ പുറപ്പെടുന്നതിനൊരു കാരണവും നാം അറിയാതെ തന്നെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കൈമാറി കിട്ടിയ ഈ ജനിതകപരമായ സവിശേഷതകളാണ്. ഇവിടെ നമ്മുടെ പൂർവികർക്ക് അവരുടെ പ്രധാന ലക്ഷ്യം ഫുഡ് തേടുക എന്നായതുകൊണ്ട് തന്നെ ഇരുട്ടാകുന്നതിന് മുൻപ് ദൂരേക്ക്, അതായത് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അതിരാവിലെ എഴുന്നേറ്റ് യാത്ര തുടങ്ങുന്നതിന് കാരണമെന്നത്. അന്ന് ആഹാരം തേടിയുള്ള യാത്രയും ഇന്ന് ആനന്ദം തേടിയുള്ള യാത്രയും ലക്ഷ്യങ്ങൾ മാറുമ്പോഴും ഓരോ യാത്രകൾ തുടങ്ങുമ്പോഴും നാം പഴയ പൂർവികരായ നിയാണ്ടർതാലുകളായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും മറ്റ് പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ യാത്രകൾ നമ്മെ പുറത്തു കൊണ്ടുവരാനേ ഒരു പരിധിവരെ കഴിയുമെന്നതാണ്. എല്ലാ മൃഗങ്ങളും മനുഷ്യനെ പോലെ യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ 4 കാലുകളിൽ നിന്നും 2 കാലുകൾ ഉപയോഗിച്ച് നടക്കാനുള്ള പൂർവികരുടെ ഒരു മാറ്റമാണ് നമ്മളെ കൂടുതൽ ദൂരത്തേക്ക് യാത്രകൾ ചെയ്യാനായി സഹായിച്ചതിനൊരു പ്രധാന കാരണമെന്നത്. 2 കാലുകൾ ഉപയോഗിച്ച് നടക്കുന്നത് 4 കാലുകൾ ഉപയോഗിച്ച് നടക്കുന്നതിനേക്കാൾ പകുതി എനർജി ഉപയോഗിച്ചാൽ മതി എന്നതാണ് 2 കാലുകളിലുള്ള നടത്തം പിന്നീട് അങ്ങോട്ട് ഹോമോ സാപ്പിയൻസ് വരെയുള്ള യാത്രകൾക്ക്, അതായത് മനുഷ്യൻ വരെയുള്ള യാത്രകൾക്ക് ഗുണകരമായി തീർന്നത്. 4 കാലുകളിൽ നടന്നിരുന്ന നമ്മുടെ പൂർവികർ വേട്ടയാടാനും മറ്റ് ആവശ്യങ്ങൾക്കും കൈകൾ ഉപയോഗിച്ചു തുടങ്ങിയത് മൂലമാണ് പിന്നീട് അങ്ങോട്ട് 2 കാലുകളിലെ നടത്തം നമുക്ക് സാധ്യമായത്.
അതുകൊണ്ട് തന്നെ 4 കാലുകളുള്ള മറ്റ് ജീവികളെക്കാൾ കുറച്ച് എനർജി മാത്രം ഉപയോഗിച്ച് കൂടുതൽ ദൂരം നമുക്ക് സഞ്ചരിക്കാൻ ഇന്ന് കഴിയുന്നുണ്ട്. യാത്രകളാണ് അന്ന് നമ്മുടെ പൂർവികരെ ഫുഡ് തേടാനും കാലാവസ്ഥയിൽ നിന്നുമൊക്കെ രക്ഷിച്ചത് എങ്കിൽ ഇന്ന് യാത്രകൾ തന്നെയാണ് നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും മറ്റു മരണഭയങ്ങളിൽ നിന്നുമൊക്കെ മനുഷ്യനെ പിന്തിരിപ്പിക്കാനായി ജനിതകപരമായി കിട്ടിയ ഏറ്റവും നല്ല കഴിവെന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പങ്കുവെച്ചത് യാത്രകൾ എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യമുള്ളതാകുന്നതെന്നും അതിന്റെ ജനിതകപരമായ ശാസ്ത്രത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി വരുന്നവരെ ബൈ.